AMT വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന പലരുടെയും മനസ്സിലെ സംശയമാണ് മാനുവൽ മോഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് എം മോഡ്, നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ ഈ എം മോഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ AMT വാഹനത്തിൽ എപ്പോഴും എം മോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ ഒരു കാരണവശാലില്ല. പക്ഷേ എം മോഡ് യൂസ് ചെയ്യണം എപ്പോഴാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിപ്പം ഈ ഒരു വാഹനം ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. ഏതൊക്കെ സമയത്താണ് കൃത്യമായിട്ട് എം മോഡ് യൂസ് ചെയ്യേണ്ടത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നല്ലൊരു വഴിയാണ് ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡി മോഡ് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ഒരു ആവശ്യം വരുന്നില്ല മാനുവൽ മോഡിലോട്ട് മാറ്റേണ്ട കാര്യം ഇല്ല. എന്നാൽ ഞാനിപ്പം ചെറിയൊരു കയറ്റം അങ്ങ് കയറുകയാണ്. ഇതൊരു ചെറിയ കയറ്റമാണ്, പക്ഷേ ചെറിയ കയറ്റത്തിൻ്റെ കാര്യമല്ല, ഞാൻ അത്യാവശ്യം നല്ലൊരു കയറ്റം കയറുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ എടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 4th ഗിയർ ആയിരുന്നു. ഇച്ചിരി ഞാൻ സ്പീഡ് കുറച്ചിട്ടുണ്ട്. 2nd ഗിയറിലാണ് ഞാനിപ്പോൾ കയറുന്നത്. ഇപ്പോൾ 2nd കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 3rd ഇടാനുള്ളതായിട്ടുണ്ട്, പക്ഷേ 3rd വീണിട്ടില്ല. അങ്ങനെ 3rd വീഴാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരെ മാനുവൽ മോഡിലോട്ടാക്കിയിട്ട് എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്പീഡ് അറിയാം. ആ സ്പീഡ് അനുസരിച്ച് ഞാൻ നേരെ പ്ലസ്സിലോട്ടാക്കി കഴിഞ്ഞാൽ 3rd ഗിയർ വീഴുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഇറക്കം കൂടെ ഇറങ്ങി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, അതേ സ്ഥാനത്ത് ഇപ്പം ഞാനൊരു ഇറക്കം ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഈ വാഹനം 2nd പക്ഷേ 3rd വരുന്നില്ല. എനിക്കറിയാം 3rd പോകാനുള്ള സ്പീഡായിട്ടുണ്ട്, പക്ഷേ ആക്സിലറേറ്റർ ഞാൻ അത്രയും ഇതായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, സ്പീഡ് കൂടും. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലും എനിക്ക് നേരെ മാനുവൽ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നേരെ 3rd ഗിയറിലോട്ട് ഇടാൻ സാധിക്കും. പക്ഷേ ഓവറായിട്ട് സ്പീഡാക്കാനല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാനും ഈ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് എനിക്കറിയാം നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ഏകദേശം നമ്മുടെ ഒരു ഐഡിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാനുവലിലോട്ട് മാറ്റിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളൊരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് സ്പീഡും നമ്മൾ കൊടുക്കുന്ന ആക്സിലറേറ്ററും കൂടെ നോക്കിയാണ് വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ആകുന്നത്. അതേ സ്ഥാനത്ത് ഒരു ഇറക്കം ഇറങ്ങി വരുമ്പോൾ നമ്മൾ അധികം ആക്സിലറേറ്റ് ചെയ്യില്ല. അന്നേരം വാഹനം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും, ഗിയർ അപ്പ് ചെയ്യണ്ട. അതുകൊണ്ട് എപ്പോഴും മാനുവൽ മോഡിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ട്രാഫിക് ഉള്ളൊരു സിറ്റിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉള്ള സിറ്റിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. അന്നേരം നിങ്ങൾ ഡി മോഡിലാണ് പോകുന്നതെങ്കിൽ 1st ഗിയറിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഒരു AMT വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ പോകുന്നത് എപ്പോഴും 1st ഗിയറിൽ തന്നെ ആയിരിക്കും. ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ മേളിൽ സ്പീഡ് വന്നാൽ പോലും വാഹനം 2nd ഷിഫ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് 2nd ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു മാനുവൽ മോഡിലോട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക്, അതായത് ഇപ്പം നമ്മൾ ചിലപ്പം 3rd ഗിയറിലായിരിക്കും പോകുന്നത്, അന്നേരം വാഹനം അത് 4th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് 3rd ഗിയറിൽ തന്നെ പോയാൽ മതി, അത്രയും ടോർക്ക് നിങ്ങൾക്ക് കിട്ടണം. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും മാനുവൽ ഇട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു AMT വാഹനത്തിൽ എപ്പോഴാണ് മാനുവൽ മോഡിൽ ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കൂടുന്നതായിരിക്കും. അതായത് ഒരു AMT വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫ് കൂടുന്നതായിരിക്കും. എൻജിനിൽ വലിയ ലോഡ് കൂടുതൽ വരുന്നതായിരിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു AMT വാഹനമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നതായിരിക്കും.